കോൺട്രാക്ട് മാരേജ് ഭാഗം 41. ദീപുമോനെ, ഇപ്പോൾ എങ്ങനെയുണ്ടെടാ? കാറിൽ നിന്ന് പതിയെ ഇറങ്ങി വന്നവനെ കണ്ട് രാജി ആകുലതയോടെ ചോദിച്ചു. കുറച്ച് ദിവസത്തെ ആയുർവേദ ചികിത്സയിലൂടെ അവൻ്റെ ആരോഗ്യം നന്നായി മെച്ചപ്പെട്ടിട്ടുണ്ട്. അവനെ ഇങ്ങനെ കാണും തോറും പലരോടുമുള്ള ദേഷ്യത്തിൽ കനത്തിരുന്നു അവരുടെ മുഖം. ഇപ്പോൾ കുഴപ്പമില്ലമ്മേ, നടക്കുമ്പോൾ ചെറിയൊരു വേദന. ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം, നീ ഇവനെയും കൊണ്ട് അകത്തേക്ക് കയറിക്കും. അവിടെ സംസാരത്തിനിടയ്ക്ക് കയറി പറഞ്ഞിട്ട് ദീപുവിൻ്റെ അച്ഛൻ കാറെടുത്ത് പോയിരുന്നു. വാ മോനെ. അവനെയും കൂട്ടി അകത്തേക്ക് നടക്കുമ്പോൾ പലതവണ ശിവനെ മനസ്സിൽ പ്രാഗിപ്പോയവർ. അവളെന്തി കോളേജിൽ പോയോ? ഇന്ന് പോകുന്നില്ലെന്നൊക്കെ പറഞ്ഞതാ, നീ വരുന്നത് കൊണ്ട്. പിന്നെ എന്തോ അത്യാവശ്യമുള്ളത് കൊണ്ട് ഉച്ചവരെ പോയിട്ട് വരാമെന്ന് പറഞ്ഞു പോയി. എൻ്റെ കുഞ്ഞിൻ്റെ മുഖം കാണുമ്പോഴാണ് പാവം. രാജി അവനെ സോഫയിലേക്ക് ഇരുത്തുന്നതിനിടയിൽ പറഞ്ഞത് കേട്ട് അവന് കാര്യം മനസ്സിലായിരുന്നു. പുറമേ കാണിക്കുന്നില്ലെങ്കിലും മനസ്സ് നിറയെ അവരോട് പകയാണ്. തൻ്റെ എത്ര ദിവസങ്ങളാണ് അവനും അവളും കൂടി നശിപ്പിച്ച് കളഞ്ഞത്. ആശുപത്രിയിൽ കിടന്ന ദിവസങ്ങൾ അവനൊരു കണക്കിന് നരകം തന്നെയായിരുന്നു. ജീവിതത്തിൽ ഇതുവരെ അനുഭവിക്കാത്ത അനുഭവിക്കേണ്ടി വന്നു. ഒന്നും മറക്കാൻ കഴിയില്ല. എടാ മോനെ, നീ എന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ലമ്മേ. രാജിക്കറിയാം അതവൻ വെറുതെ പറയുന്നതാണെന്ന്. അവൻ്റെ മനസ്സ് നിറയെ എന്താണെന്നും. തൽക്കാലം നീ ഒന്നടങ്ങും മോനെ, നമുക്കെല്ലാത്തിനും വഴിയുണ്ടാക്കാം. എൻ്റെ മോനെയും മോളെയും ഒരുപോലെ വേദനിപ്പിച്ചവരെ ക്ഷമിച്ചു വിടാൻ എനിക്ക് പറ്റില്ല. അവനൊന്ന് അമർത്തി മോളി. എനിക്കും പറ്റില്ലമ്മേ. ആദ്യം ഞാനൊന്ന് നിവർന്നു നിൽക്കട്ടെ, അത് കഴിഞ്ഞ്. അവൻ്റെ മുഖത്ത് ഗൂഢമായൊരു പുഞ്ചിരി വിടർന്നു. എന്തൊക്കെയോ കണക്ക് കൂട്ടി തന്നെയാണ് അവൻ്റെ വരവെന്ന് അവർക്ക് മനസ്സിലായി. ദിവസങ്ങൾക്ക് മുൻപ് ശിവൻ്റെ വീട്ടിൽ വെച്ച് അവനുമായി നടന്നതൊന്നും തൽക്കാലം രാജി അവനോട് പറയാൻ പോയില്ല. ഇനി എന്തു ചെയ്യാൻ തീരുമാനിക്കുമ്പോഴും അതെല്ലാം നമ്മൾ ഒരുമിച്ച് മതി. അതിനും അവന് സമ്മതമായിരുന്നു. ഇനി എന്തെങ്കിലും ചെയ്യുമ്പോൾ സൂക്ഷിച്ചില്ലെങ്കിൽ അവൻ തൻ്റെ തലയെടുക്കുമെന്ന് അവനും രാജിക്കും ഒരുപോലെ അറിയാവുന്ന കാര്യമായിരുന്നു. കല്യാണി അടുക്കളയിൽ കറിക്കരിഞ്ഞു നിൽക്കുന്നത് കണ്ടുകൊണ്ടാണ് ഭദ്ര അടുക്കളയിലേക്ക് കടന്നത്. കുറച്ച് ദിവസമായി ശിവൻ്റെ നിർബന്ധം കൊണ്ട് അവൾ ഇടയ്ക്ക് അടുക്കളയിലും വീടിന് പുറത്തും അകത്തുമൊക്കെ അവളുടെ സാന്നിധ്യം അറിയിക്കുന്നുണ്ട്. പുറമേ ധൈര്യം കാണിച്ച് അതുവഴി ചുറ്റിത്തിരിയുമ്പോഴും അവളുടെ മനസ്സിൽ ആരുടെയും മുന്നിൽ ചെന്നു ചാടരുതെന്നൊരു പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചന്ദ്രിക ഇടയ്ക്ക് കാണുമ്പോൾ അവർ തന്നോട് മിണ്ടാൻ ശ്രമിക്കുന്നതൊക്കെ തിരിച്ചറിയുന്നുണ്ടായിരുന്നു. പക്ഷേ അവൾക്ക് അവരോട് മിണ്ടാനോ അടുപ്പം കാണിക്കാനോ തോന്നിയില്ല. അവർ പറഞ്ഞതൊന്നും അത്ര വേഗം മറന്നു മിണ്ടാൻ അവൾക്ക് കഴിയില്ലായിരുന്നു. എന്തോ ഒന്ന് അവളെ പിന്നിൽ നിന്ന് വലിച്ചെന്ന് പറയാം. കല്യാണി ഓരോന്ന് പറഞ്ഞ് ചൊറിയാൻ നോക്കുന്നുണ്ടെങ്കിലും ഭദ്ര അത് കേട്ടതായി പോലും ഭാവിക്കാതെ കടന്നു പോകും. 1-2 മാത്രമാണ് ശിവൻ്റെ അച്ഛൻ്റെ മുമ്പിൽ ചെന്ന് പെട്ടത്. അന്ന് അയാളെന്തോ പറയാൻ വന്നതും അതിനു മുന്നേ ഭദ്ര അയാളുടെ അടുത്ത് നിന്ന് മുങ്ങിയിരുന്നു. നല്ലത് പറയാനാവില്ലെന്ന് ഉറപ്പുള്ളത് തന്നെ കാരണം. അച്ഛമ്മയോട് മാത്രമാണ് എന്തെങ്കിലും ചോദിക്കുകയോ പറയുകയോ ചെയ്തിട്ടുള്ളൂ. അതും അവർക്ക് കുറച്ച് താല്പര്യം തന്നോടുണ്ടെന്ന് തോന്നിയത് കൊണ്ട് മാത്രം. എന്തേലും വേണോ കൊച്ചമ്മേ? ഭദ്രയെ കണ്ടതും കല്യാണി അരികെ നിർത്തി അവളെ നോക്കി ചോദിച്ചു. ഭദ്രയ്ക്കറിയാം ഇതൊക്കെ തന്നെ കളിയാക്കലാണെന്ന്. ഈ കൊച്ചമ്മ വിളി. എന്നെ കൊച്ചമ്മയെന്നൊന്നും വിളിക്കേണ്ട. എനിക്കൊരു പേരുണ്ട്, ഭദ്ര. ഇതൊന്നും അറിയത്തില്ലാഴികയില്ലെന്ന് എനിക്കറിയാം. അയ്യോ, എനിക്കറിയില്ലായിരുന്നു. ഇവിടെയുള്ളവരാരും കൊച്ചിനെ പേരൊന്നും വിളിക്കില്ലല്ലോ. അതാ ഈ പേരൊന്നും കേട്ടിട്ട് എനിക്ക് മനസ്സിലാവാത്തത്. ഭദ്ര അത് കേട്ട് തിരിച്ചൊന്നും പറയാൻ പോയില്ല. കുറച്ച് പാത്രം കഴുകാൻ സിങ്കിൽ കിടക്കുന്ന കണ്ട് അവൾ അതെടുത്ത് കഴുകാൻ തുടങ്ങി. അയ്യോ കുഞ്ഞെ, അതൊന്നും ചെയ്യണ്ട. അതൊക്കെ എനിക്കുള്ള പണിയാണ്. അതിനെന്താ, ഞാൻ ചെയ്യരുതെന്നുണ്ടോ? ആരെങ്കിലും കണ്ടുവന്നാൽ? അവൾ വെറുതെ ഓരോന്ന് ആരും കാണാതെ പറയുന്നത് പോലെയല്ല ഇതൊക്കെ ചെയ്യിച്ചെന്ന് ശിവൻ സാർ അറിഞ്ഞാൽ തൻ്റെ പണി പോകും. ഭദ്രയ്ക്കാണെങ്കിൽ അവിടെ വെറുതെ എന്നിട്ട് മടുപ്പായിരുന്നു. ആ വീടും പരിസരവുമൊക്കെ അവൾക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന ആഗ്രഹമുണ്ടെങ്കിലും അതൊന്നും അവിടെ ആർക്കും ഇഷ്ടമാകില്ലെന്നുള്ളത് കൊണ്ട് അവളായി ഒന്നിനും മുതിർന്നില്ല. തൻ്റെ മുഖം പോലും കാണുന്നത് ചതുർത്ഥിയായി കാണുന്നവരാണ്. ഇവിടം തനിക്ക് ഒരു രീതിയിലും സ്വന്തമല്ല. അങ്ങനെയുള്ളിടത്ത് ഒന്നിനും പോകാതിരിക്കുന്നതല്ലേ നല്ലത്. ഞാൻ ഈ പാത്രം കഴുകി വെച്ചെന്ന് കരുതി ആരും ഒന്നും പറയാൻ പോകുന്നില്ല ചേച്ചി. പിന്നെ ശിവേട്ടനാണ് റൂമിലാണ്. അദ്ദേഹം ഇതൊന്നും അറിയാനും പോകുന്നില്ല. അവരുടെ നിൽപ്പ് കണ്ട് ഭദ്ര അവരോട് വിശദമാക്കി. ശരിയാ, ഇവിടെ എല്ലാവരും ഒരു വലിഞ്ഞു കയറി വന്നവളാണ് കാണുന്നത്. സത്യം പറഞ്ഞാൽ തൻ്റെ സ്ഥാനം പോലും ഇവിടെ ആരും ഇവൾക്ക് കൊടുത്തിട്ടില്ല. ഇവള് പറഞ്ഞതുപോലെ ഇതൊക്കെ ഇവൾ ചെയ്താൽ ചെയ്യണ്ടെന്ന് ആരും പറയാനും പോകില്ല. കല്യാണി പിന്നെയൊന്നും പറയാൻ നിന്നില്ല. താനായി പറഞ്ഞു ചെയ്യിക്കുന്നതൊന്നുമല്ലല്ലോ, സ്വന്തം ഇഷ്ടത്തിന് ചെയ്യുന്നതല്ലേ. അതിനിപ്പോൾ ഞാനെന്ത് ചെയ്യാനാ എന്നൊരു ഭാവത്തോടെ അവരവരുടെ ജോലികൾ തുടർന്നു.
ഭദ്രയ്ക്കാണെങ്കിൽ കുറേ ദിവസം കൂടി ഇങ്ങനെ ഓരോന്ന് ചെയ്യുന്നതിൻ്റെ സംതൃപ്തിയായിരുന്നു മനസ്സിൽ. ആഹാ, ഇതാരാ കല്യാണി, പുതിയൊരു കൊച്ചമ്മ. അടുക്കളയിലേക്ക് കയറി വരുന്ന ആളെ കണ്ടതും അവളുടെ ദേഹം തളരും പോലെ തോന്നി. വിറയലോടെ കയ്യിലിരുന്ന പാത്രം സിങ്കിലേക്കിട്ട് അയാളെ നോക്കി. തന്നെ പരിഹാസത്തോടെ നോക്കി നിൽക്കുവാണ്. കല്യാണിയുടെ മുഖം തെളിഞ്ഞിട്ടുണ്ട്. അവളെ കളിയാക്കിയതല്ലേ, നന്നായിപ്പോയി എന്നൊരു ഭാവമായിരുന്നു അവരിൽ. ഞാൻ പറഞ്ഞതാ സാറേ, ഈ കൊച്ചു കേൾക്കണ്ടേ? കല്യാണി കിട്ടിയ അവസരത്തിൽ തൻ്റെ ഭാഗം ന്യായീകരിച്ച് പറഞ്ഞു. ഭദ്രയ്ക്ക് എങ്ങനെയെങ്കിലും പുറത്തേക്ക് പോകണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. സാധാരണ അയാൾ അടുക്കളയിൽ കയറി വരാറില്ല. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പുറത്തേക്ക് വിളിക്കുന്നതാണ് പതിവ്. ഇതിപ്പോൾ ഭദ്ര ഇങ്ങോട്ട് കയറി വരുന്നത് കണ്ട് വന്നതാവും. അവളെ രണ്ടെണ്ണം പറയാൻ അയാളും അവസരം നോക്കിയിരിക്കുമല്ലേ? കല്യാണി അവളെ നോക്കി മനസ്സിൽ പറഞ്ഞു. കല്യാണി ഭദ്രയെ നോക്കി. അയാൾ കല്യാണിയെ വിളിച്ചു. തനിക്കുള്ള എന്തോ പണിയാണെന്ന് ഭദ്രയ്ക്ക് മനസ്സിലായി. എന്താ സാറേ? നിനക്കൊരു വീട്ടിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം അടുക്കളയല്ലേ? ഏതെങ്കിലും വീട്ടിൽ ചെന്നാൽ നീ ആദ്യം പോകുന്നതും അങ്ങോട്ടല്ലേ? കല്യാണിക്ക് അയാൾ പറഞ്ഞു വരുന്നതിലെ പരിഹാസം മനസ്സിലായെങ്കിലും ഒന്നും പറയാൻ പറ്റില്ലല്ലോ. അല്ലേലും സാർ എപ്പോഴും ഇങ്ങനെയാണ്, ഓരോ അർത്ഥം വെച്ചാണ് സംസാരിക്കുന്നത്. അതെ സാറേ, അവൾ പെട്ടെന്ന് മറുപടി പറഞ്ഞു. അതെന്തുകൊണ്ടാ? നിനക്ക് അടുക്കള പണിയെടുത്തല്ലേ ശീലം. അങ്ങനെയുള്ളവർക്ക്. അതെ, ഞാനൊരു അടുക്കളക്കാരിയുടെ മകൾ തന്നെയാണ്. എനിക്കതിൽ യാതൊരു വിഷമവുമില്ല. അതൊരു കുറവായി ഈ നിമിഷം വരെ തോന്നിയിട്ടുമില്ല. അടുക്കളക്കാരിയുടെ മകൾ ആദ്യം ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ തിരക്കേണ്ടത് അടുക്കള എവിടെ നിന്നാണല്ലേ? ഞാനും അതുതന്നെ അവിടെ ചെയ്തത്. ഇവിടുത്തെ അടുക്കളയിൽ കയറാൻ ഇപ്പോഴാണ് പറ്റിയതെന്ന് മാത്രം. അവൾക്കൊരല്പം പോലും വിട്ടുകൊടുക്കാൻ മനസ്സിലായെന്ന് അയാളുടെ മുന്നിൽ. ശിവൻ്റെ അച്ഛൻ ഇതുപോലെയാണെന്ന് അവൾ ഒരിക്കലും കരുതിയുമില്ല. അയാൾക്ക് തന്നെ ഇഷ്ടമല്ലെന്നറിയാമെങ്കിലും എങ്ങനെയൊക്കെ പറഞ്ഞ് തന്നെ കുത്തി നോവിക്കാൻ മനസ്സുള്ള ഒരാളായിരുന്നു അപ്പോൾ. ഇനിയുള്ള ഇവിടുത്തെ ജീവിതം അത്ര നല്ലതായി പോകില്ലെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. താൻ ഇങ്ങനെ സംസാരിക്കുന്നത് കൂടിയാകുമ്പോൾ അയാൾ ഏതു രീതിയിലും തന്നെ കഷ്ടപ്പെടുത്താൻ നോക്കും. ഭദ്രയുടെ മറുപടിയിൽ അയാളുടെ മുഖം ചുമന്നു കയറി. ദേഷ്യം കൊണ്ട് നിന്ന് വിറയ്ക്കുകയാണെന്ന് തോന്നും. ഭദ്രയ്ക്ക് പേടിയുണ്ടെങ്കിലും അയാളുടെ മുന്നിൽ തോറ്റുകൊടുക്കില്ലെന്നുള്ള ഭാവമായിരുന്നു. നീ എന്നോട് എതിർത്ത് പറയാറായോ? കൊള്ളാലോ. എൻ്റെ വീട്ടിൽ വന്നിട്ട് എന്നോട് തന്നെ. അയാൾക്ക് ദേഷ്യം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. ജീവിതത്തിൽ ആദ്യമായി വല്ലാത്തൊരു അപമാനം ഏറ്റുവാങ്ങും പോലെ അയാളുടെ മുഖം കടുത്തു. ആരായാലും എന്നെ പറഞ്ഞാൽ കേട്ടു നിൽക്കില്ല ഞാൻ, അതിപ്പോൾ ആരാണെങ്കിലും. ഭദ്ര ഉറപ്പോടെ പറഞ്ഞു. നീ നിൽക്കുന്നത് എൻ്റെ വീട്ടിലാണെന്ന് ഓർക്കണം. ഞാൻ നിൽക്കുന്നത് എൻ്റെ കെട്ടിയോൻ്റെ വീട്ടിലാണ്. നിർഭാഗ്യം കൊണ്ട് അത് നിങ്ങളെപ്പോലെ ഒരാളുടെ വീട്ടിലായിപ്പോയി. അവളുടെ സംസാരം കേട്ട് ഇനിയും നിന്നാൽ താൻ എന്തെങ്കിലും പ്രവർത്തിച്ചു പോകുമെന്ന് അയാൾക്ക് ഉറപ്പായിരുന്നു. അതിൻ്റെ പേരിൽ ശിവൻ അവളെയും കൊണ്ടുപോയാൽ. നിലത്തേക്കെന്തോ ശക്തമായി വീഴുന്നതിനൊപ്പം തൻ്റെ അടുത്ത് നിന്ന് ആ നിഴൽ രൂപം പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്നത് കണ്ടതും ആശ്വാസത്തോടെ നെഞ്ചിൽ കൈവച്ചവൾ. എല്ലാം കണ്ട് കല്യാണി എന്തിയെ നോക്കിയതും കണ്ട് പുറത്തേക്കുള്ള വാതിലിന് മറവിൽ നിൽക്കുന്നവളെ. ഭദ്രയ്ക്ക് അത് കണ്ട ആ അവസ്ഥയിലും ചിരി വന്നുപോയി. നല്ല ആളാ. എന്നോടോടൊന്ന് പറയാനുള്ള ധൈര്യമേ അപ്പോഴുള്ളൂ. അങ്ങേര് വന്ന് എന്തൊക്കെയോ പറഞ്ഞപ്പോൾ ഓടിയ ഓട്ടമാണ്. എനിക്ക് പേടിയാ കൊച്ചേ. അങ്ങേർക്ക് ദേഷ്യം വന്നാൽ വല്ലാത്ത സ്വഭാവമാണ്. അത് മകനും അങ്ങനെ തന്നെയാണല്ലോ. അവളത് മനസ്സിലാണ് പറഞ്ഞത്. കൈ കഴുകി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവളുടെ മനസ്സിൽ അയാൾ പറഞ്ഞതൊക്കെയായിരുന്നു. ശിവൻ്റെ അച്ഛൻ. അയാളെ തനിക്ക് ഒരു ബഹുമാനമുണ്ടായിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും തന്നെ ഇഷ്ടമല്ലെങ്കിലും. പക്ഷേ ഇന്നത്തെ സംസാരം എന്തോ വല്ലാത്ത ഇഷ്ടക്കേട് തോന്നുവാണ് അയാളോട്. ഭദ്ര വല്ലാത്ത ദേഷ്യത്തോടെ റൂമിലേക്ക് കയറി വന്നതും അവനുമായി കൂട്ടിയിടിച്ചതും ഒരുമിച്ചായിരുന്നു. ഹോ, എന്തൊരിടിയ പെണ്ണെ! അവൻ നെഞ്ചിൽ കൈവച്ച് അവളെ നോക്കി കണ്ണുരുട്ടി ചോദിച്ചതും അവൾ ദേഷ്യത്തോടെ അകത്തേക്ക് പോയിരുന്നു. എന്താ, അച്ഛനോട് പറയാൻ കാണിച്ച ധൈര്യമൊന്നും ഇപ്പോഴില്ലേ? ശിവൻ്റെ ചോദ്യം കേട്ട് ഞെട്ടലോടെ അവൾ അവനെ തിരിഞ്ഞു നോക്കി. ശിവേട്ടൻ കേട്ടോ താഴെ? അവൻ തലയാട്ടിയതും അവൾ വല്ലായ്മയോടെ നിന്നു. അത് പിന്നെ. എന്തു പിന്നെ? അച്ഛനല്ലേലും അത് വേണം. ഞാൻ എല്ലാം കേട്ടിരുന്നു. നീയായി തന്നെ മറുപടി പറയട്ടെന്ന് കരുതി മാറി നിന്നതാണ്. അവനൊരു ചിരിയോടെ പറഞ്ഞതും അവളുടെ മുഖത്തൊരാശ്വാസം നിറഞ്ഞു. എന്തൊക്കെ പറഞ്ഞാലും സ്വന്തം അച്ഛനെ മറ്റൊരു പെണ്ണ് എന്തേലും പറയുന്നത് ഒരു മക്കൾക്കും ഇഷ്ടമാകില്ല. എന്നോടങ്ങനെ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ. എനിക്ക് വല്ലാത്ത വിഷമം, ദേഷ്യം, അങ്ങനെ എന്തൊക്കെയോ തോന്നി. ആദ്യമായാണ് ഒരാൾ എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നത് തന്നെ. ഇനിയും ഇങ്ങനെയൊക്കെ ഉണ്ടാവും. അതൊക്കെ ഫേസ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ വെറുതെ കരഞ്ഞിരിക്കേണ്ടി വരും. നീ എൻ്റെ ആരാണെന്ന് നീ ഓർക്കണം. അപ്പോൾ എന്തും തിരിച്ചു പറയാൻ പറ്റും. ഇതൊക്കെ കേൾക്കുമ്പോൾ എങ്ങനെയാണ് ഈ മനുഷ്യൻ തന്നോട് വെറും അഭിനയമാണെന്ന് പറയാൻ പറ്റുന്നത്? കൂടെയുണ്ടെന്ന് വെറുതെ തോന്നിപ്പിക്കുകയല്ല, അതൊരു ശക്തമായി പറയുകയാണ്. എന്തേ? അവൻ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി. ഞാനൊരു കാര്യം ചോദിച്ചാൽ എനിക്ക് മറുപടി തരുമോ?
എന്താ? ആദ്യം മറുപടി തരുമോയെന്ന് പറ. ശരി, തരാം. ഇനി ചോദിക്കും. ശരിക്കും ശിവേട്ടൻ ഇപ്പം അഭിനയിക്കുവാണോ അതോ എൻ്റെ അടുത്ത് ജീവിക്കുവാണോ? ഇതൊന്നും വെറും അഭിനയമായി എനിക്ക് തോന്നുന്നില്ല. അവളിൽ നിന്ന് ഇങ്ങനെയൊരു ചോദ്യം അവനൊട്ടും പ്രതീക്ഷിച്ചില്ലെന്ന് അവൻ്റെ മുഖത്തുണ്ട്. അവളോട് എന്ത് മറുപടി പറയുമെന്നറിയാതെ അവൻ നിന്നു. എന്തി, ശരിക്കും എന്നെ ഭാര്യയായി കണ്ടു തുടങ്ങിയോ? സ്നേഹിച്ചു തുടങ്ങിയോ?